يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يوم تبيض وجوه وتسود وجوه فأما الذين اسودت وجوههم أكفرتم بعد إيمانكم فذوقوا العذاب بما كنتم تكفرون وأما الذين ابيضت وجوههم ففي رحمة الله هم فيها خالدون. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹുവിന്റെ പൊരുത്തവും സ്നേഹവും സാമീപ്യവും ഒക്കെ ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലായിരുന്നു. നാളെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരികയാണ്. റിസൾട്ട് വരുന്ന ദിവസം ചിലർക്ക് വിജയത്തിന്റെ ദിവസമാകും, ചിലർക്ക് പരാജയത്തിന്റെ ദിവസമാകും. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് നമ്മളെ അയക്കുമ്പോൾ നമ്മളെ സംവിധാനിച്ചിട്ടുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്ക് നൽകിക്കൊണ്ടാണ്. അതാണ് മനുഷ്യരും മറ്റു ജീവികളും തമ്മിലുള്ള വ്യത്യാസം. വിവേചനാധികാരം മനുഷ്യന് നൽകിയിട്ടുണ്ട്. അല്ലാഹു രണ്ട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായി കാണിച്ചു തന്നു. രണ്ട് പാർട്ടിയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു തന്നു. രണ്ട് മാർഗം ഹിദായത്തിന്റെ മാർഗമാണ് ഒന്നാമത്തേത്, ദലാലത്തിന്റെ മാർഗമാണ് രണ്ടാമത്തേത്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. വളരെ കൃത്യമായാണ് അല്ലാഹുവിന്റെ കൽപ്പന വിഷയത്തിൽ. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഒരാൾക്ക് ഇഷ്ടം ഹിദായത്തിന്റെ മാർഗമാണെങ്കിൽ അത് തിരഞ്ഞെടുത്ത് മുഅ്മിനാകാം. ഒരാൾക്കിഷ്ടം ദലാലത്തിന്റെ മാർഗമാണെങ്കിൽ അത് തിരഞ്ഞെടുത്ത് കുഫറിലേക്ക് പോകാം. രണ്ട് പാർട്ടികളെക്കുറിച്ചും അല്ലാഹു പറഞ്ഞു. ഒന്നാമത്തേത് ഹിസ്ബുല്ലാ, അല്ലാഹുവിന്റെ പാർട്ടിയാണ്. രണ്ടാമത്തേത് ഹിസ്ബു ഷൈത്താൻ, ഷൈത്താന്റെ പാർട്ടിയാണ്. രണ്ടും വളരെ കൃത്യമായി വിശദീകരിച്ചു തന്നു.
എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ അലാ ഇന്ന ഹിസ്ബശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ, രണ്ട് ശക്തികളെ റബ്ബ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാമത്തേത് പൈശാചിക ശക്തിയാണ്. ആ ശക്തി നമ്മെ സ്വാധീനിച്ചാൽ, ആ ശക്തിയുടെ ചിന്ത നമ്മളെ സ്വാധീനിച്ചാൽ, ഫഅൻസാഹും ദിക്റല്ലാഹ്, ആ ശക്തി അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമ്മെ മറപ്പിച്ചു കളയും. ഉലൈക ഹിസ്ബുശ് ശൈത്താൻ, അവരാണ് ശൈത്താന്റെ പാർട്ടി എന്ന് പറയുന്നത്. അലാ ഇന്ന ഹിസ്ബശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ, തീർച്ചയായും ശൈത്താന്റെ പാർട്ടി നഷ്ടക്കാരായിരിക്കും. റിസൾട്ട് വരുന്ന ദിവസം അവർക്ക് വലിയ നഷ്ടമുണ്ടാകും. രണ്ടാമത്തേത് അല്ലാഹുവിന്റെ പാർട്ടിയാണ്, ഹിസ്ബുല്ലാഹ് ആണ്. വമൻ യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന ആമനൂ ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. ആർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഈമാനുള്ളവരെയും മിത്രങ്ങളായി, സുഹൃത്തുക്കളായി, കൈകാര്യകർത്താക്കളായി സ്വീകരിക്കുന്നുവോ, ഫഇന്ന ഹിസ്ബല്ലാഹ്, അതാണ് അല്ലാഹുവിന്റെ പാർട്ടി. അല്ലാഹുവിന്റെ കൂടെ, റസൂലിന്റെ കൂടെ, മുഅ്മിനുകളുടെ കൂടെ, അതാണ് അല്ലാഹുവിന്റെ പാർട്ടി. ആ പാർട്ടി ഹുമുൽ ഗാലിബൂൻ, അത് റിസൾട്ട് വരുന്ന ദിവസം അത് ജയിക്കുക തന്നെ ചെയ്യും. നോക്കൂ, നമ്മളിതിൽ ഏതാണ് തെരഞ്ഞെടുത്തത്? നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്. റിസൾട്ട് വരാനുണ്ട്, പക്ഷെ നാളത്തെ റിസൾട്ടല്ല, അവസാനമായി അറിയുന്ന ഒരു റിസൾട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് ഖുർആൻ വിളിച്ച പേര് ആഖിറത്ത് എന്നാണ്, അവസാനത്തേത് എന്ന്. ഈ ജീവിതത്തിന്റെ അവസാനം നമ്മളൊക്കെ ഇവിടെ നിന്ന് വിടവാങ്ങി തിരിച്ചുപോയി ബർസഖിലൊരു ജീവിതം അനുഷ്ഠിച്ച് അതും അവസാനിക്കുന്ന ഒരു ദിവസം, അന്നാണ് നമ്മുടെ റിസൾട്ട് വരിക. അന്നാണ് യൗമുൽ ഹിസാബ്, റിസൾട്ട് അറിയുന്ന ദിവസം, കണക്ക് നോക്കുന്ന ദിവസം, നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ എണ്ണുന്ന ദിവസം, തൂക്കുന്ന ദിവസം. എന്നിട്ട് ഹിസ്ബുള്ളയിൽ പെട്ടുപോയെങ്കിൽ, അള്ളാഹുവിന്റെ പാർട്ടിയിലാണ് നാം പെട്ടതെങ്കിൽ സ്വർഗത്തിലേക്കും, ഹിസ്ബുശ് ശൈത്താൻ, ശൈത്താന്റെ പാർട്ടിയിലാണ് പെട്ടതെങ്കിൽ നരകത്തിലേക്കും. ഇനി നന്മയും തിന്മയും തുല്യമാണെങ്കിൽ പ്രത്യേകമായ അഅറാഫ് എന്ന സ്ഥലത്തേക്കുമൊക്കെ നയിച്ചു കൊണ്ടുപോകുന്ന ദിവസം നമ്മൾ ഓർക്കണം സഹോദരന്മാരെ. ആ ഒരു റിസൾട്ടിനെ കുറിച്ച് ഈ ബഹളങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ നാളെ അറിയാനുള്ള റിസൾട്ടിന്റെ ആശങ്കക്കിടയിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? യൗമുൽ ഹിസാബാണ് മത്സരത്തിൽ പങ്കെടുത്തവരെ സംബന്ധിച്ചിടത്തോളം, അനുയായികളെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളെ വിചാരണ, അതെ, എണ്ണുന്ന, തൂക്കുന്ന ദിവസം. വിശുദ്ധ ഖുർആൻ ആ ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മൂസാ അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയായി ഖുർആൻ പറയുന്നുണ്ട്, ഇന്നി ഉസ്തു ബിറബ്ബി വറബ്ബിക്കും മിൻ കുല്ലി മുതകബ്ബിരിൻ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്. ഹിസാബിൽ വിശ്വസിക്കാത്ത, ഹിസാബിന്റെ ദിനത്തിൽ വിശ്വസിക്കാത്ത മുതകബ്ബിറായ എല്ലാ മനുഷ്യരിൽ നിന്നും, എല്ലാവരിൽ നിന്നും ഞാൻ എന്റെ റബ്ബിനോടും നിങ്ങളുടെ റബ്ബിനോടും കാവലിനെ തേടുന്നു എന്ന്. ഈ യൗമുൽ ഹിസാബ് അഥവാ റിസൾട്ട് അറിയുന്ന, വിചാരണ നടത്തുന്ന, എണ്ണി നോക്കുന്ന, തൂക്കി നോക്കുന്ന ദിനം എന്നല്ലാതെ ഒരുപാട് പേരുകൾ ആ അവസാനത്തെ ദിവസത്തിന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പേരുകളൊക്കെ പരിശോധിച്ചാൽ അതൊക്കെ വല്ലാത്ത നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്നതാണ്. അതിലൊന്ന് യൗമുൽ ഖിയാമ എന്നാണ്. സാധാരണയായി നമ്മൾ കേട്ട് പരിചയിച്ച ഒരു പേരാണ് അത്. യൗമുൽ ഖിയാമ, നിലകൊള്ളുന്ന ദിവസം. എന്താണ് നിലകൊള്ളുന്നത്? സാക്ഷികളൊക്കെ നീതിപൂർവം നിലകൊള്ളുന്ന ദിവസം. അന്ന് കൃത്യമായിരിക്കും സാക്ഷികളുടെ വിസ്താരത്തിൽ വരുന്ന സാക്ഷിത്വം. ഒരാൾക്കും ഒരധികാരവുമില്ല, അല്ലാഹുവിന് മാത്രം അധികാരം. സാക്ഷി പറയുന്നത് നമ്മുടെ ശരീരത്തിലെ തന്നെ അവയവങ്ങളായിരിക്കും എന്നുകൂടി ഓർത്തു നോക്കുക.
മറ്റൊരു പേര് യൗമുൽ ആസിഫ. യൗമുൽ ആസിഫ വഅൻദിർഹും യൗമൽ ആസിഫ. ഖുർആൻ പറയുന്നുണ്ട് യൗമുൽ ആസിഫയെക്കുറിച്ച്, അഥവാ ഉടനെ സംഭവിക്കാനുള്ള ഒരു ദിനം. ഉടനെ സംഭവിക്കും, ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരികയില്ല, അങ്ങനെയുള്ള ഒരു ദിവസം എന്ന് പറയുന്നുണ്ട്. യൗമുത് തഗാബുൻ എന്ന് ഖുർആൻ വിളിച്ചിട്ടുണ്ട്. സൂറത്തു തഗാബുൻ എന്നൊരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. അഥവാ തഗാബുൻ എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടവർക്ക് എന്തുകൊണ്ടവർ പരാജയപ്പെട്ടു എന്ന കാരണങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസം. ഇന്ന് നമുക്കറിയില്ല. ഇന്ന് നമ്മളിതൊക്കെ പറഞ്ഞാലും ശരി, എനിക്കുറപ്പുണ്ട് ഒരു ചെവിട് കൊണ്ട് കേട്ട് മറ്റേ ചെവിടിലൂടെ അത് പുറത്തു തള്ളും. പക്ഷെ ഒരു ദിവസമുണ്ട്, അന്ന് അവിടെ ചെന്ന് നിൽക്കുമ്പോ നമ്മുടെ പരാജയ കാരണങ്ങൾ നമ്മൾ തന്നെ എണ്ണിപ്പറയുന്ന ഒരു ദിവസമാണ്. എനിക്ക് ബോധ്യമായി എന്റെ പരാജയ കാരണങ്ങൾ എന്താണ് എന്ന്. അതുപോലെ ഖുർആൻ വിവരിച്ച അല്ലെങ്കിൽ വിശദീകരിച്ച മറ്റൊരു പേരാണ് യൗമുൽ ഹസ്ര എന്ന് പറയുന്നത്. യൗമുൽ ഹസ്ര വഅൻദിർഹും യൗമൽ ഹസ്ര. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു, നബിയെ നിങ്ങൾ അവർക്ക് താക്കീത് നൽകണം യൗമുൽ ഹസ്രയെക്കുറിച്ച്, നിരാശയുടെ ദിനം, ദുഃഖത്തിന്റെ ദിനം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അറിയാനുള്ള അവസാനത്തെ റിസൾട്ടിന്റെ ദിവസത്തിന്റെ പേരുകളാണ്. ഒരവസാന റിസൾട്ട്, ഞാനും നിങ്ങളും ജീവിച്ചു തീർക്കുന്നതിന്റെ അവസാന റിസൾട്ട്, ഞാനും നിങ്ങളും സിന്ദാബാദ് വിളിച്ചതിന്റെ, മുദ്രാവാക്യം വിളിച്ചതിന്റെ എല്ലാറ്റിന്റെയും അവസാനത്തെ ഒരു റിസൾട്ട്. നോക്കൂ, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചവർക്കും നാളെ ഇതേ പേരുകൾ തന്നെ പറഞ്ഞുകൂടെ? ഈ പേരുകളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാനീ പറഞ്ഞ പേരുകളൊക്കെ ഏകദേശം ഫിറ്റല്ലേ? അത് വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന ഹിസാബിന്റെ ദിനം, യൗമുൽ ഹിസാബല്ലേ നാളെ? ഒരു വോട്ടിനെങ്കിലും കൂടുതലുണ്ടെങ്കിൽ വിജയം കിട്ടും. ആഖിറത്തിലെ പോലെ വിജയവും തോൽവിയും ഇല്ലാത്ത അറാഫ് നാളെ ഉണ്ടാവില്ല. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. തുല്യമായാൽ നറുക്കെടുത്താണ് നാളെ വിജയിയെ പ്രഖ്യാപിക്കുക. എവിടെയാണ് തങ്ങളുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിഴവും വിഡ്ഢിത്തവും പറ്റിയത് എന്ന് തിരിച്ചറിയും. അതാണ് യൗമുൽ തഗാബുൻ. നാളെ തിരിച്ചറിയും, നാളെ പറയും എവിടെയാണ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത് എന്ന്. തോറ്റവർക്ക് വേദനയും ദുഃഖവും ഉണ്ടാകും. അതാണ് യൗമുൽ ഹസ്ര. ഇതൊക്കെയുണ്ട് നാളെ. അഥവാ ഒന്നുകൂടി നാം മനസ്സിലാക്കുക, ദുനിയാവിലെ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ദിവസവും പരലോകത്തിന്റെ ഹിസാബിന്റെ ദിവസവും തമ്മിൽ സമാനതകളുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്. ഞാനിത് പറയാൻ തുടങ്ങിയത് അതിനു വേണ്ടിയാണ്, അല്ലാതെ എനിക്ക് ഈ രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല. രണ്ടും തമ്മിൽ സമാനതകളുണ്ട്. ഒന്നാമത്തേത്, നാളെ പേടിപ്പെടുത്തുന്ന ദിവസമാണ് ചിലർക്കെങ്കിലും. എന്തായിരിക്കും എന്റെ വിധി, എന്തായിരിക്കും ഞങ്ങളുടെ പാർട്ടിയുടെ വിധി എന്നോർത്ത് ഭയപ്പാടോടുകൂടിയാണ് ഇന്ന് രാത്രി കൂടി സ്ഥാനാർത്ഥികളും പാർട്ടിക്കാരുമൊക്കെ കിടന്നുറങ്ങുക, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേവലം 5 വർഷത്തേക്ക് മാത്രമുള്ള, അതും ചെറിയൊരു ടാവട്ടത്തിൽ ഭരിക്കാൻ അധികാരമുള്ള, നശ്വരവും നിസ്സാരവുമായ ദുനിയാവിലെ ഏറ്റവും ചെറിയ ഒരു സ്ഥാനത്തേക്ക് മാത്രമുള്ള ഈ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ എന്തുമാത്രം ആശങ്കയിലാണ്. ഇനി പൊതുജനങ്ങളായ നമ്മുടെ അവസ്ഥ, നാളെ രാവിലെ 8 മണിയാകാൻ നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. ടിവിയുടെ മുമ്പിൽ, സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കാൻ വേണ്ടി നമ്മളൊക്കെ നേർച്ച നേർന്നിട്ടുണ്ട്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര സമയം. എന്നിട്ട് ഈ ടെലിവിഷൻ ചാനലുകാരുടെ തർക്കങ്ങളും തർക്കവിതർക്കങ്ങളും സംസാരങ്ങളും ഒക്കെ കേട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ അവസാനത്തെ ആ ഹിസാബ് ദിനത്തെക്കുറിച്ച്, ആ റിസൾട്ടിനെ കുറിച്ച് നമുക്ക് വല്ല ആശങ്കയുണ്ടോ? ഇല്ലല്ലോ. തൊട്ടടുത്ത എന്റെ അയൽവാസിയുടെ മയ്യത്ത് ഇന്നലെ കൊണ്ടുപോകുമ്പോ ഞാൻ പിന്നിൽ പോകുമ്പോ മുമ്പിൽ കണ്ട ഒരുപാട് പ്രായമായ മനുഷ്യരുണ്ട്. ഞാനിങ്ങനെ നടക്കുമ്പോ ചിന്തിച്ചത്, ഇനിയിപ്പോ ഇവരുടെയൊക്കെ മയ്യത്ത് കൊണ്ടുപോകേണ്ടി വരുമല്ലോ നമ്മൾ എന്നാണ്. ഞാൻ ആലോചിക്കുന്നില്ല എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നതിനെ കുറിച്ച്, എന്റെ വിചാരണയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാളത്തെ റിസൾട്ട് നന്നാവാൻ വേണ്ടി
സ്ഥാനാർത്ഥികളും പാർട്ടിക്കാരുമൊക്കെ എത്രയെത്ര രാത്രികൾ ഉറക്കമൊഴിച്ചു, ഇല്ലേ? എത്രയെത്ര ഭക്ഷണങ്ങൾ സ്കിപ്പ് ചെയ്തു, എത്രയെത്ര സുഖങ്ങൾ വെടിഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളുടെ ഒറിജിനൽ റിസൾട്ട് ഡേ, അത് വിക്ടറി ഡേ ആകാൻ, അത് വിജയത്തിന്റെ ദിവസമാകാൻ ഒരു ദിവസമെങ്കിലും നമ്മൾ ഉറക്കമൊഴിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഒരു ദിവസമെങ്കിലും ഒരു ഫുഡ്, ഒരു ഭക്ഷണം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സുഖം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടോ? ഒരു വിയർപ്പെങ്കിലും നമുക്ക് അതിന്റെ പേരിൽ നമ്മുടെ നാളത്തെ റിസൾട്ട് നന്നാകണം, എന്റെ അവസാനത്തെ റിസൾട്ട് നന്നാകണം എന്നതിന് ഒരു വിയർപ്പെങ്കിലും എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ നിന്ന് പോന്നിട്ടുണ്ടോ? പൊട്ടിയിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണ്ടേ. നമ്മൾ ആരാകണം? വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൻ നൂർ, റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമസ്സലാ വഈതാഅസ് സകാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. നമ്മൾ ആരാകണം? നമ്മുടെ ബിസിനസ്സുകളോ, നമ്മുടെ കച്ചവടങ്ങളോ, നമ്മുടെ രാഷ്ട്രീയങ്ങളോ, നമ്മുടെ വിനിമയങ്ങളോ അള്ളാഹുവിനെ ഓർക്കുന്നതിനോ അള്ളാഹുവുമായി ബന്ധം നിലർത്തുന്ന ഏറ്റവും പ്രധാന പ്രക്രിയയായ സ്വലാത്ത് നിലനിർത്തുന്നതിനോ സ്വലാത്ത് നടത്തുന്നതിനോ നമുക്കൊരിക്കലും തടസ്സമാകാത്ത ഒരു വിഭാഗം യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അവസാനമായി ഒരു വിചാരണയ്ക്ക് വേണ്ടി, ഒരെണ്ണി നോക്കലിന് വേണ്ടി റബ്ബിന്റെ മേശക്കരികിൽ, റബ്ബിന്റെ മേശയ്ക്ക് മുമ്പിൽ നമ്മളൊക്കെ വന്നിരിക്കേണ്ടി വരുമെന്ന ഒരു ബോധം, ഒരാശങ്ക നമുക്കുണ്ടായോ? അതുണ്ടാകേണ്ടവരാണ് നാം. നമ്മൾ ആലോചിക്കണം. വല്ലാത്ത സമാനതകളാണ് ഉള്ളത് എന്ന്. അബൂദർദാ റളിയല്ലാഹു അൻഹു മഹാനായ സഹാബിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന അശദ്ദ മാ അഖാഫു അലാ നഫ്സി യൗമൽ ഖിയാമത്തി അൻ യുഖാല ലി യാ അബൂദർദാ ഖദ് അലിംത ഫകൈഫ അമിൽത ഫീമാ അലിംത. അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഭയമുണ്ട് ആ ഖിയാമത്ത് ദിവസം. ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്താണ്, എല്ലാ സാക്ഷികളും വളരെ കൃത്യമായി സാക്ഷി പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസമാണ് ഖിയാമത്ത്. അന്ന് എനിക്ക് ഭയമുണ്ട്, എന്നോട് ചോദിക്കപ്പെടും, അബൂദർദാ നിനക്കൊരുപാട് വിജ്ഞാനം കിട്ടിയില്ലേ, ഒരുപാട് ഖുത്ബ കേട്ടിയില്ലേ, ഒരുപാട് ക്ലാസ് കേട്ടിട്ടില്ലേ, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടില്ലേ, ഒരുപാട് ഉത്ബോധനങ്ങൾ കേട്ടിട്ടില്ലേ, എന്നിട്ട് ഫകൈഫ അമിൽത ഫീമാ അലിംത, നീ അറിഞ്ഞതിൽ, നീ പഠിച്ചതിൽ നീ എന്ത് പ്രവർത്തിച്ചു? നിങ്ങൾ ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ലൗ തഅലമൂന മാ അൻതും ലാഖൂന ബഅദൽ മൗത്ത്, മരണശേഷം നിങ്ങളെ അഭിമുഖീകരിക്കാനുള്ളത് എന്താകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ലമാ അകൽതും തആമൻ അലാ ശഹ്വ, വല്ലാത്ത ഇച്ഛയോടുകൂടി ആഗ്രഹത്തോടുകൂടി നിങ്ങൾ ഭക്ഷണം കഴിക്കുമായിരുന്നില്ല. വലാ ശരിബ്തും ശറാബൻ അലാ ശഹ്വ, ഇച്ഛയോടുകൂടി ആഗ്രഹത്തോടുകൂടി സുഖത്തോടുകൂടി ഒരു മുറുക്ക് വെള്ളം നിങ്ങൾ കുടിക്കുമായിരുന്നില്ല. വലാ ദഖൽതും ബൈതൻ തസ്തളില്ലൂന ഫീഹ്, നിങ്ങളുടെ വീട്ടിലേക്ക് സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് കയറി ചെല്ലാൻ ആകുമായിരുന്നില്ല. മറിച്ച് വതബ്കൂന അലാ അൻഫുസിക്കും, മറിച്ച് നിങ്ങളെ ഓർത്ത് കരയുമായിരുന്നു. അവസാനമായി അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ലവജിതു അന്നി ഷജറ തഅലുദ്, ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഞാനൊരു മരമായിരുന്നുവെങ്കിൽ. മരം നശിച്ചു പോകുകയുള്ളല്ലോ, മരത്തിന് വിചാരണയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ആലോചിക്കണം സഹോദരൻ, നമ്മൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞല്ലോ സമാനതകളുണ്ട് എന്ന്, പരസ്പരം ആ ദിവസവും നാളെയും തമ്മിൽ സമാനതയുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിലൊന്ന് ആ നാളത്തെ പ്രഖ്യാപനത്തെക്കുറിച്ചാണ്. റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഉള്ള ഒരാശങ്കയുണ്ട്. നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആ ആശങ്ക വല്ലാതെ പ്രയാസപ്പെട്ടു നിൽക്കും പാർട്ടിക്കാരനും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവനും അനുയായികളും സിംബദാബാദ് വിളിച്ചവരുമൊക്കെ. ഞാനൊരു ചരിത്രം പറയട്ടെ. ഇസ്ലാമിലെ 5ാം ഖലീഫ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, അദ്ദേഹം ഒരു ദിവസം തന്റെ സഹധർമ്മിണിയുടെ സാന്നിധ്യത്തിൽ കരയുകയാണ്. കരയുന്നത് കണ്ടപ്പോൾ അവരും കരഞ്ഞു, ഫാത്തിമയും കരഞ്ഞു, വീട്ടുകാർ മുഴുവൻ കരഞ്ഞു. അറിയില്ല എന്തിനാ കരഞ്ഞത്. കരഞ്ഞ് വിവശനായി ഉമർ ബിൻ അബ്ദുൽ അസീസ് ബോധക്ഷയം സംഭവിച്ചുപോയി.
അവസാനം എഴുന്നേറ്റ് കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ഫാത്തിമ ചോദിക്കുന്നുണ്ട്, ബി അബി അൻത യാ അമീറൽ മുഅ്മിനീൻ മിമ്മ ബകീത്, എന്തിനായിരുന്നു അമീറുൽ മുഅ്മിനീൻ അങ്ങ് കരഞ്ഞിരുന്നത് എന്ന്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ദക്കർതു യാ ഫാത്തിമ മുൻസരിഫുൽ ഖൗം മിൻ ബൈനി യദയില്ലാഹി അസ്സ വജൽ. ഫാത്തിമ, ഞാൻ കരഞ്ഞത് ഞാനൊരു രംഗം എന്റെ ഉള്ളിൽ കണ്ടുപോയി. ജനങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു രംഗം. ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ് സഈർ. ഒരു കക്ഷി സ്വർഗത്തിലേക്കും ഒരു കക്ഷി നരകത്തിലേക്കും പിരിഞ്ഞു പോകുന്ന ഒരു രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇത് പറഞ്ഞ് മുഴുമിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇത് വിശദീകരിക്കുന്ന, ഇത് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുന്നുണ്ട്, സുമ്മ സറഹ വഗുഷിയ അലൈഹി, അദ്ദേഹം ഒരു അട്ടഹാസത്തോടുകൂടി നിലത്തേക്ക് മറിഞ്ഞു വീണു എന്നാണ്. നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ, നമ്മൾ ഓർക്കണം, എന്തായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസിന് പറ്റിയത്? എന്തായിരിക്കും എന്നെക്കുറിച്ചുള്ള റിസൾട്ടിന്റെ പ്രഖ്യാപനം എന്തായിരിക്കും എന്ന ചിന്തയായിരുന്നു. സമാനതകളുണ്ട് സഹോദരങ്ങളെ. നാളെ ഇത് പ്രഖ്യാപിക്കുന്നതും കാത്താണ്, അല്ലെങ്കിൽ എന്ത് പ്രഖ്യാപിക്കും എന്ന ബേജാറോടുകൂടിയാണ് നമ്മളൊക്കെ ഉള്ളത്. സമാനതകളുണ്ട്. അതിലേറ്റവും വലിയ മറ്റൊരു സമാനതയാണ്, നാളെ ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ചില ആളുകളുടെ മുഖം തുടുത്തു നിൽക്കും, വെളുത്തു നിൽക്കും. ചില ആളുകളുടെ മുഖം കറുത്തുപോകും. ഞാൻ ഓതി വെച്ച സൂറത്ത് ആല ഇംറാനിലെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതേ സംഗതിയാണ് അല്ലാഹ് പറയുന്നത്. യൗമ തബിയദ്ദു വുജൂഹും വതസ്വദ്ദു വുജൂഹ്. ചില മുഖങ്ങൾ അന്ന് വെളുത്തിരിക്കും, ചില മുഖങ്ങൾ അന്ന് കറുത്തിരിക്കും. അന്നാട്ടോ അവസാനത്തെ റിസൾട്ട് വരുന്ന ദിവസമാണ്. പക്ഷെ നാളെയും ഇങ്ങനെ തന്നെ ഇരിക്കും. ഫഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹുഹും. ഇവിടെ നാളെ റിസൾട്ട് വരുമ്പോ മുഖം കറുത്തിരുണ്ടവരാരാ? അവർ അകഫർതും ബഅദ ഈമാനിക്കും. അള്ളാഹുവിന്റെ പാർട്ടിയിൽപ്പെടാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നു, സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഹിസ്ബുള്ള എന്താണെന്ന് അവർക്കറിയാമായിരുന്നു. ആ പാർട്ടിയിൽപ്പെടാതെ ശൈത്താന്റെ ശൈത്താന്റെ പാർട്ടിയിൽപ്പെട്ടു പോയവരാണ്. അവരോട് ചോദിക്കും, അകഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ മുഖം ഇരുണ്ടുപോയത് ഈമാൻ കിട്ടാനുള്ള എല്ലാ അവസരവും നിങ്ങൾക്ക് കിട്ടിയിട്ടും നിങ്ങൾ കുഫറിലേക്ക് പോയതുകൊണ്ടല്ലേ? ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. നിങ്ങൾ ചെയ്തതാണിത്, അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക. എന്നിട്ട് ആ വിഭാഗം ആളുകൾ വളരെ പ്രയാസത്തോടുകൂടിയായിരിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എപ്പോഴാണ് ഈ മുഖം വിവരണമാകുന്നത് എന്ന് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മുടെ രേഖ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴാണ്. സ്ഥാനാർത്ഥി വിവരണമാവുക രേഖ കയ്യിൽ കിട്ടുമ്പോഴാണ്. ഒരു കടലാസിന്റെ ഒപ്പിടാൻ ആ കടലാസിൽ എഴുതും തന്റെ വോട്ടിന്റെ എണ്ണം. അത് ഒപ്പിട്ട് വാങ്ങുമ്പോഴാണ് മുഖം വിവരണമാകുന്നത്. അതെ, വിശ്വാസിയും അവിശ്വാസിയും അങ്ങനെയാണ്. വിശ്വാസി ഒപ്പിട്ട് വാങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് രേഖ വാങ്ങുന്ന സമയത്ത് അവൻ ഭയങ്കര സന്തോഷമായിരിക്കും. അവന്റെ മുഖം വല്ലാത്ത സംതൃപ്തിയിലായിരിക്കും. പരാജയപ്പെട്ട ഹിസ്ബു ഷൈത്താന്റെ കക്ഷി, അള്ളാഹു അതിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ നമ്മളെ, അത് ഒപ്പിട്ട് വാങ്ങുന്ന സമയത്ത് ഭയങ്കര ദുഃഖമായിരിക്കും. സമാനതകളുണ്ട് ആ ദിവസവും ഈ ദിവസവും തമ്മിൽ. എണ്ണുമ്പോ ഉള്ള സമാനത, വോട്ടെണ്ണുമ്പോ അള്ളാഹു അവിടെ എണ്ണല്ല തൂക്കുക ചെയ്യുന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എണ്ണിക്കഴിഞ്ഞിട്ട് തൂക്കിക്കഴിഞ്ഞിട്ട് അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. തോറ്റവരോട് പറയുകയാണ്, മാറി നിൽക്കൂ, ഇനി ജയിച്ചവരുടെ ദിവസമാണ്. ആരാണ് ജയിച്ചവർ? ഹിസ്ബുള്ളയിൽപ്പെട്ടവർ. നന്മകൾ ചെയ്ത് തങ്ങളുടെ നന്മയുടെ തട്ട് തൂക്കം കൂട്ടാൻ സാധിച്ചവർ. അള്ളാഹു ഇതിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജയിച്ചവരെങ്ങനെയിരിക്കും? അവര് മുഖം സന്തോഷത്തിലായിരിക്കും, ആർപ്പുവിളികളായിരിക്കും. അല്ലാഹു പറയാ, വഅമ്മല്ലദീന ബിയദ്ദത് വുജൂഹുഹും ഫഫീ റഹ്മത്തില്ലാഹ്.
അതാണ് അവസാനത്തെ റിസൾട്ട് വരുമ്പോഴുള്ള അവസ്ഥ. അവർ അള്ളാഹുവിന്റെ റഹ്മത്തിലായിരിക്കും. അന്ന് മുഖം വെളുത്തവർ, അന്ന് സന്തോഷമുള്ളവർ, അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിലായിരിക്കും. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ ശാശ്വതരായിരിക്കും. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, ഈ രണ്ട് റിസൾട്ടുകളും തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്യണം. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റൊന്നിനു വേണ്ടിയുമല്ല. നമുക്കൊരിക്കലും അമിത പ്രതീക്ഷ ഉണ്ടാകരുത്. എല്ലാ പാർട്ടിക്കാരും സ്ഥാനാർത്ഥികളും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അതാണ്. അമിതമായ പ്രതീക്ഷയാണ്. ഞാൻ പറഞ്ഞല്ലോ, 5 കൊല്ലത്തെ ഭരണമാണ്. അതൊരു വട്ടത്തിലുള്ള വാർഡിന്റെ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെയൊക്കെ ഭരണ, വലിയതൊന്നും കിട്ടാനൊന്നുമില്ലല്ലോ. പക്ഷെ എന്തായില്ല, നമുക്ക് വല്ലാത്ത അമിതമായ പ്രതീക്ഷയാണ്. നമുക്കുണ്ടാകാൻ പാടില്ല, നമ്മൾക്കുണ്ടാകാൻ പാടില്ല അമിതമായ പ്രതീക്ഷ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ സദസ്സിൽ, അദ്ദേഹത്തിന് വലിയ സദസ്സുണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറയുന്നത്, അദ്ദേഹം സഹാബികളുടെ കൂട്ടത്തിലെ പണ്ഡിതനാണ്, പണ്ഡിതന്മാരുടെ നേതാവാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ സദസ്സിലിരിക്കുമ്പോ ഒരു ശിഷ്യൻ പറയുന്നത് അദ്ദേഹം കേട്ടു. അബദ്ദു അൻ അകൂന മിൻ അസ്ഹാബിൽ യമീൻ, ലാ അബദ്ദു അൻ അകൂന മിൻ അസ്ഹാബിൽ യമീൻ, ഇന്നമാ അബദ്ദു അൻ അകൂന മിനൽ മുഖറബീൻ. സൂറത്തുൽ വാഖിയ വായിച്ചവർക്കറിയാം, വിശ്വാസികളെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് അസ്ഹാബുൽ യമീൻ, രണ്ട് മുഖറബീൻ. അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞാൽ വലതുപക്ഷക്കാർ, മുഖറബീൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അള്ളാഹുവിനോട് അടുത്തവരാ. വലതുപക്ഷത്തേക്കാൾ അള്ളാഹുവിനോട് അടുത്ത ഒരു വിഭാഗത്തെ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് അദ്ദേഹം വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ശിഷ്യൻ പറയാണ്, എനിക്ക് അസ്ഹാബുൽ യമീൻ പോരാ, എനിക്ക് മുഖറബുകളിൽ പെടണം എന്ന്. ആഗ്രഹിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത് കേട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഞാൻ പറഞ്ഞു അദ്ദേഹം സഹാബിയാണ്, സഹാബാക്കളുടെ കൂട്ടത്തിൽ ആലിമീങ്ങളുടെ നേതാവാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, എന്നാൽ ഇവിടെ ഒരാളുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പറയാണ്, ഇവിടെ ഒരാളുണ്ട്, അയാൾ ആഗ്രഹിക്കുന്നത് അബദ്ദു അന്നനി ഇദാ മിത്തു ലാ ഉബഅസ്. ആ ആൾ ആഗ്രഹിക്കുന്നത് മരണശേഷം പുനരുജ്ജീവിതം ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. ഭയം കൊണ്ടാണ്, അല്ല ഒന്നുമല്ല. ഇതാണ് ജീവിതം സഹോദരന്മാർ, ഇതാണ് ജീവിതം. നമുക്കിത് പരസ്പരം ഇതിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം നടത്താൻ സാധിക്കണം. നോക്കൂ, തോൽക്കുന്നവർ ഉണ്ടാകും നാളെ. തോൽക്കുന്നവർ പുനർവിചിന്തനം നടത്തണം, പരിശോധന നടത്തണം, മാറ്റങ്ങൾ വരുത്തണം. അതാണ് വേണ്ടത്, അതാണ് വേണ്ടത്. ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പും ഇനിയും ഭയപ്പെടേണ്ട ഒന്നുണ്ട്. എല്ലാ പാർട്ടിക്കാരും എല്ലാ സ്ഥാനാർത്ഥികളും അത് അസാധുവാണ്. അസാധു, നിങ്ങൾക്കറിയാലോ, പുതിയൊരു സാധനമുണ്ട് നമ്മുടെ ഈ മെഷീനിൽ. ആ സാധനം എനിക്ക് കിട്ടേണ്ട വോട്ടാണത് പോയത്. ഓരോ സ്ഥാനാർത്ഥിയും നാളെ പറയും, ഇത്ര വോട്ട് അസാധുവായിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടേണ്ടതാണ്. ഇതേ വാക്ക് പരലോകത്ത് വെച്ച് പറയും, എനിക്ക് കിട്ടേണ്ടതാണ്. റസൂലുള്ളാഹി ചോദിക്കൊണ്ട്, അതദറൂന മനിൽ മുഫ്ലിസ്, ആരാണ് അസാധുവായവൻ എന്ന് നിങ്ങൾക്കറിയോ? നബിന്റെ ചോദ്യ, ഇതേ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് പറയുന്നത്, ഞങ്ങൾക്കറിയാം അസാധു ആരാ. അസാധു എന്ന് പറഞ്ഞാൽ വലിയ കച്ചവടമൊക്കെ ചെയ്ത് എന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട് പാപ്പറായിപ്പോയി, ഒന്നും കിട്ടിയില്ല, ഒരുപാട് അധ്വാനിച്ചു, ഒറ്റ വോട്ടും കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടിയ വോട്ടൊക്കെ അസാധുവിനായി, ആള് മാറിപ്പോയി, പേര് മാറിപ്പോയി, ഒക്കെ സംഭവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അല്ല, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, ആരാരോ എന്റെ ഉമ്മത്തിൽ കുറെ അസാധുക്കളുണ്ട്. ആരാന്ന് ചോദിച്ചാൽ, ഖിയാമത്ത് നാളിൽ അവര് കുറെ അമല് ചെയ്തു കൊണ്ടുവരും. അവരുടെ കൂടെ സ്വലാത്തുണ്ട്, നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്. പക്ഷെ പ്രശ്നം എന്താ അറിയോ? ഫയഅതി വഖദ് ശതമ ഹാദാ, അവൻ വന്നത് മറ്റവനെ ചീത്ത പറഞ്ഞുകൊണ്ട് അവൻ ജീവിച്ചത്. നിസ്കരിച്ചിരുന്നു, പക്ഷെ തെറിയായിരുന്നു അവന്റെ നാവെന്ന് വന്നിരുന്നത്. അഖലമാല ഹാദാ, നിസ്കരിച്ചിരുന്നു, നോമ്പൂറ്റിരുന്നു, പക്ഷേ മറ്റുള്ളവരുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിച്ചിരുന്നു. വസഫക ദമ ഹാദാ, നിസ്കരിച്ചിരുന്നു, നോമ്പ് നോറ്റിരുന്നു, പക്ഷേ മറ്റുള്ളവരുടെ രക്തം അന്യായമായി ചിന്തിയിരുന്നു. വളറബ ഹാദാ, ഇവനെ അടിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് എണ്ണി പറയുകയാണ്. എന്നിട്ട് വിശ്വാസം പറഞ്ഞു, ഇവന്റെ നന്മ എടുത്തിട്ട് ആരെയാണോ ഇവൻ ആക്രമിച്ചത് അവർക്ക് കൊടുക്കും. തീർന്നില്ലേ? നമ്മൾ ആലോചിക്കണം, ഇതൊരു വല്ലാത്ത സംഗതിയാണ്. നമ്മളെപ്പോഴും ചിന്തിക്കണം സഹോദരന്മാർ, ഇതൊന്നും നമുക്ക് സംഭവിക്കാൻ പാടില്ല. വിജയിച്ചവർ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും ഈ വിജയം താൽക്കാലികമാണ്.
ഞാൻ പറഞ്ഞല്ലോ 5 കൊല്ലം അല്ലേ, വളരെ താൽക്കാലികം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കെന്നറിയാം കഴിഞ്ഞ കൊല്ലം മത്സരിച്ച പലരും, എതിർചേരിയിൽ നിന്ന് മത്സരിച്ച പലരും ഇന്ന് ഒരേ ചേരിയിലല്ലേ. എന്തിനി ബഹളം? നമ്മൾ ആലോചിക്കണം. ഇത് താൽക്കാലികമാണ്. കിട്ടിയ വിജയത്തെ ആരും മോശമായി കാണണം എന്നല്ല പറയുന്നത്. മറിച്ച് എതിർ സ്ഥാനാർത്ഥിയോ എതിർ പാർട്ടിയെയോ പരിഹസിച്ച് കളിയാക്കി അവന്റെ വീടിന്റെ മുന്നിൽ പടക്കം പൊട്ടിച്ച് അവഹേളിച്ച് അങ്ങനെ ചെയ്താൽ എന്ത് തിളക്കാ നിങ്ങളെ വിജയത്തിനുള്ളത്? എന്ത് ഭംഗിയാ നിങ്ങൾക്കുള്ളത്? എന്ത് സംസ്കാരം നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ഓർക്കണം, ഇവിടെ വിജയിച്ചെങ്കിലും ഇതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ പരലോകത്ത് പരാജയപ്പെടൂട്ടോ, ഒരു സംശയമില്ല. സന്തോഷവും സന്താപവും ഉണ്ടാകും, ദുഃഖവും ഉണ്ടാകും, സ്വാഭാവികമാണ്. ആരെങ്കിലും ഒരാൾ ജയിക്കണമല്ലോ, അത് സംശയമില്ലല്ലോ. ഒരാൾ തോൽക്കുമാണ്, സംഭവിക്കും, അത് ഉണ്ടാകും. എന്തിനാണത്? അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫി അൻഫുസികും ഇല്ലാ ഫീ കിതാബ്. അതവിടെ എഴുതിയതാ, സംഭവിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങൾ വേറൊന്നും ചെയ്യരുത്. അതിന് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ദുഃഖിച്ചിരിക്കേണ്ടവനല്ല നീ. വലാ തഫ്റഹു ബിമാ ആതാകും. ജയിച്ചവരോ വല്ലാതെ ആഹ്ലാദം കാണിക്കേണ്ടവരുമല്ല. ഇതിനേക്കാൾ ആഹ്ലാദം കാണിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു ഫിറഔന്റെ കാലത്ത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അദ്ദേഹത്തിനെ കുറിച്ച്. ഭയങ്കര മുതലാളിയായിരുന്നു, ഖാറൂൻ മുതലാളി. ഖുർആൻ ആ ചരിത്രം പറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് സ്വത്തുള്ള വലിയ മനുഷ്യൻ. അവന്റെ സ്വത്തുക്കളുടെ ഖജനാവുകളുടെ താക്കോല് കൊണ്ടുപോകാനോ ഈ കുതിരകളുടെ വലിയ വ്യൂഹമുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ചു അതിന്റെ വലിപ്പം. അവൻ വല്ലാതെ അഹങ്കരിച്ചു. അവനോട് പറഞ്ഞു, ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. വല്ലാതെ ആഹ്ലാദിക്കരുത്, വല്ലാതെ ആഹ്ലാദിക്കരുത്. കാരണം അല്ലാഹുക്ക് ഇഷ്ടമല്ല അത്. നിങ്ങൾ വിചാരിക്കരുത് ഇത് എന്തോ ഒന്നാണ്, വേണ്ട. അതുകൊണ്ട് ഇനി നാളെ പ്രകടനം നടത്തുന്നവർ ശ്രദ്ധിക്കണം. നിങ്ങൾ ഉണ്ടാക്കേണ്ടത് വലിയ ശബ്ദഘോഷങ്ങളല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകന്റെ ചരിത്രത്തിൽ തീർച്ചയായും ഇതിനൊരു മാതൃകയുണ്ട്. അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ വിജയമായിരുന്നു മക്ക വിജയം, ഫത്ഹ് മക്ക. നിങ്ങൾക്ക് അറിയാലോ അത്. എങ്ങനെയാണ് അദ്ദേഹത്തെ അവിടുന്ന് ആട്ടിപ്പായിച്ചതെന്ന്. തിരിച്ചു വന്നത് വലിയ സന്തോഷത്തോടു കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കറിയോ, മക്കയിൽ പ്രവേശിച്ചത് തല താഴ്ത്തിക്കൊണ്ടായി. തല താഴ്ത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഒട്ടകക്കട്ടിലിൽ അദ്ദേഹത്തിന്റെ തല തട്ടിയിരുന്നു. ഇതല്ലേ നേതാവ്? അല്ലേ? സൂറത്തുൽ ഫത്ഹ് എന്നൊരു അധ്യായമുണ്ട് ഖുർആനിൽ, വിജയത്തിന്റെ അധ്യായം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ എന്ന് തുടങ്ങുന്ന ഒരു അധ്യായം. അതോതിക്കൊണ്ടാ റസൂലുള്ളാഹി വന്നത്. വിജയിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള മര്യാദ അതായിരിക്കണം അവര് എന്നാണ്. നിങ്ങളൊരിക്കലും സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരിക്കലും അമിത പ്രശംസ, അനുയായികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അമിത പ്രശംസ, നാളെ സിന്ദാബാദ് വെടികളുണ്ടാകും, അയാളെ ഏറ്റിക്കൊണ്ട് നടക്കലുണ്ടാകും. പക്ഷേ അമിത പ്രശംസ നമുക്ക് പാടില്ല, ആഗ്രഹിക്കാനും പാടില്ല. സ്ഥാനാർത്ഥിയോട് നമുക്ക് പറയാനുള്ളത് അതാണ്, ആഗ്രഹിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കുണ്ട്, മൻ അഹബ്ബ അൻ യതമസ്സല ലഹു الناس ഖിയാമൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. ഞാൻ വരുമ്പോ നാലാൾ എന്നെ ബഹുമാനിക്കണം, എന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണം എന്ന് ആരുടെയെങ്കിലും മനസ്സിൽ പൂതിയുണ്ടെങ്കിൽ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, നരകത്തിലേക്കുള്ള ഒരു സീറ്റ് അവൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ട്ടോ. വേണ്ട. ഇതെന്താ സത്യത്തിൽ? നിങ്ങൾ ആലോചിച്ചു, ഇത് ജനസേവനത്തിന് വേണ്ടി, ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയൊരു അവസരം മാത്രമാണ്. ചെയ്യരുതാരും. അതുപോലെ തന്നെ നാളെ വലിയ ബഹളമുണ്ടാകും. പടക്കം പൊട്ടിച്ചുള്ള ബഹളം, ബാൻഡ് മുട്ടിയിട്ടുള്ള, ചെണ്ട മുട്ടിയിട്ടുള്ള ബഹളം, കരിമരുന്നുകളുടെ ബഹളം. കൂട്ടരെ ഒന്നും ചെയ്യാൻ പാടില്ല, നിഷിദ്ധമാണ്, പാടില്ല. ഇവിടുന്നല്ലാതെ ഇത് വേറെ എവിടുന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം, ഒരു മനുഷ്യനെ പോലും ഭയപ്പെടുത്തുന്ന ഒരു സംഗതി ഉണ്ടാകാൻ പാടില്ല. ഒച്ചപ്പാടുകളൊക്കെ ഇന്ന് മനുഷ്യന് പേടിയാണ്. ഒരുപാട് രോഗികളുണ്ട് ചുറ്റുഭാഗത്തും. ഈ ഒച്ചയൊന്നും കേൾക്കാൻ, സഹിക്കാൻ സാധിക്കാത്ത നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകുമത്. നിങ്ങൾ ഓർക്കണം, പാടില്ല. ഇതൊക്കെ തോന്നിയാസമാണ്. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വിശ്രമിക്കാൻ ഇരുന്നപ്പോൾ ഒരാൾ ഉറങ്ങിപ്പോയി. അവരാളൊരു കയറെടുത്തിട്ട് ഒരു പാമ്പിന്റെ മാതിരി ഇങ്ങനെ കാണിച്ചു ഇയാളെ ഉണർത്തി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാഴ്ച കണ്ടു.
ചെറിയ സംഭവമല്ലേ, നമ്മളൊക്കെ സാധാരണ ചെയ്യണമല്ലേ, കുട്ടികളെ പേടിപ്പിക്കാൻ, മനുഷ്യന്മാരെ പേടിപ്പിക്കാൻ. റസൂലുള്ളാഹി പറഞ്ഞ വാചകം എന്താ അറിയോ? ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമൻ. ഒരു മുസ്ലിമിന് ഒരിക്കലും മറ്റൊരു മുസ്ലിമിനെ ഇങ്ങനെ പേടിപ്പിക്കാൻ പാടില്ല. നിങ്ങളുടെ ചണ്ടയും നിങ്ങളുടെ പടക്കങ്ങളും നിങ്ങളുടെ ബാൻഡ് വാദ്യങ്ങളൊക്കെ ഇവിടെ പലരെയും പേടിപ്പിക്കുന്നുണ്ട്. വല്ലാത്ത പേടിയാണ്. വഴിമുടക്കി പ്രകടനങ്ങൾ പാടില്ല സഹോദരന്മാരെ. വഴിമുടക്കാൻ നമുക്കൊരു നിർവാഹവുമില്ല, പാടില്ല. നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ സിസ്റ്റം അനുസരിച്ച് സ്ത്രീകൾ ഒരുപാട് മത്സരിച്ചിട്ടുണ്ട്. നമുക്കറിയാം. ശരിക്ക് ശ്രദ്ധിക്കണം. മത്സരത്തിൽ പങ്കെടുത്തവരും പ്രോത്സാഹനം നൽകിയവരുമൊക്കെയായ സ്ത്രീകളും അതിന്റെ ആളുകളുമൊക്കെ ശ്രദ്ധിക്കണം. അന്യപുരുഷന്മാരുമായി ഇടപഴകിയുള്ള പ്രകടനങ്ങളും അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടുള്ള, അവരുടെ മുഖത്തേക്ക് ലൈറ്റ് തെളിയിച്ച് അവരെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളുമൊക്കെ നിഷിദ്ധമാണ്, ഹറാമാണ്, പാടില്ല. നമ്മൾ മനസ്സിലാക്കണം. നമ്മളോട് ഖുർആന്റെ കൽപ്പനയുണ്ട്. ഖുൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം. വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അന്യ സ്ത്രീകളെ കാണുമ്പോൾ പുരുഷന്മാരെ നിങ്ങളുടെ മുഖം താഴണം. വഖുൽ മുഅ്മിനാതി യഗ്ദൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. പ്രകടനം കാണാൻ നോക്കി നിൽക്കല്ല പെണ്ണുങ്ങൾ ചെയ്യേണ്ടത്, കണ്ണ് താത്തണം. ആണുങ്ങളെ മുഖത്തേക്ക് നിങ്ങളും നോക്കരുത്. ഇത് കൃത്യമാണ് കൽപ്പന. ശ്രദ്ധിക്കണം എല്ലാവരും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പാർട്ടിക്കാരും, ജയിച്ച പാർട്ടിക്കാരും ജയിച്ച സ്ഥാനാർത്ഥിയും ഒക്കെ ശ്രദ്ധിക്കുക. നാളെ ഒരുപാട് കോലങ്ങളും രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കും, അല്ലേ? വലിയ വലിയ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വലിയ വലിയ രൂപമുണ്ടാക്കും, ചിത്രം ഉണ്ടാക്കും, ഫ്ലക്സുകൾ ഉണ്ടാക്കും. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഉണ്ടാക്കുന്ന ഫ്ലക്സ് ഉണ്ടല്ലോ, ആ ഫ്ലക്സിന്റെ പണം ഒരു പാവപ്പെട്ട മനുഷ്യന്റെ പട്ടിണി മാറ്റാൻ ഉപയോഗിച്ചാൽ അതായിരിക്കും നിങ്ങളുടെ വിജയത്തിന് ഏറെ തിളക്കമുണ്ടാവുക. അനാവശ്യം ചെയ്യരുതാരും. ഇതൊക്കെ ആയിരിക്കണം വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ സംസ്കാരം. അതിനുവേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത്. അള്ളാഹു നല്ല മനുഷ്യരാകാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين فاتقوا الله عباد الله. അള്ളാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്തും പരലോകത്തും ഇഹലോകത്ത് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ച് പരലോകത്ത് മുഅ്മിനുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിച്ച കക്ഷിക്കാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് വാഗ്ദാനങ്ങൾ പലരും നൽകിയിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങളൊക്കെ പരമാവധി പാലിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ മുനാഫിക്കായി പോകും. മുനാഫിക്കിന്റെ സ്വഭാവം പറഞ്ഞതെന്താ? വാഗ്ദത്തം ചെയ്യും, ലംഘിക്കും. വിശ്വാസികളോട് എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്. വാഗ്ദത്തങ്ങൾ, ഉടമ്പടികൾ, പ്രകടന പത്രികകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യപ്പെടുത്താൻ പരമാവധി ശ്രമിക്കണം. അതിനാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നോക്കൂ, ഇത് ജനങ്ങളെ സേവിക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. അത് ഉപയോഗപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കുണ്ട്, അഹബ്ബുന്നാസി ഇലല്ലാഹ് അൻഫഉഹും ലിന്നാസ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരാന്നറിയോ? ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ്. നിങ്ങൾ ആലോചിക്കൂ, അവസരമല്ലേ, വല്ലാത്തൊരവസരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സംഗതികൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്താണ് സേവനം? ഒന്നാമത്തെ സേവനം നബി പറഞ്ഞത്, ഒരു മനുഷ്യന് അവന്റെ മനസ്സിൽ, ഹൃദയത്തിൽ ഒരു സന്തോഷം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ സേവനം. അവന്റെ തോളിലൊന്ന് തട്ടി, അവന് സുഖമില്ലാതാവുമ്പോൾ അവനെന്ന് കണ്ട് എന്ന് സാരല്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ അവന്റെ ഒരു പ്രയാസം നീക്കിക്കൊടുക്കുക, അല്ലെങ്കിൽ അവന്റെ കടം വെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ വിശക്കുന്ന ഒരുത്തന്റെ വിശപ്പ് മാറ്റാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ ആവശ്യത്തിന് വേണ്ടി അയാളുടെ കൂടെ നടക്കാനാവുക. നബി പറഞ്ഞ അവസാനത്തെ ഒരു വാചകമുണ്ടതിൽ, അതൊരു വല്ലാത്ത വാചക. വലിഅൻ അംഷിയ മഅ അഖിൻ ഫീ ഹാജ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅതകിഫ ഫീ ഹാദൽ മസ്ജിദ്. മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് നബി പറയാ, ഈ മസ്ജിദുൻ നബവിയിൽ എനിക്ക് ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ, ഒരു മാസം ഇവിടെ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു പ്രയാസം അനുഭവിക്കുന്നതിന്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി അവന്റെ പിന്നാലെ നടക്കലാണെന്നാണ്. ഇതവസരമാണ്. ജയിച്ചവരൊക്കെ ശ്രദ്ധിച്ചോ, ഇതവസരമാണ്. ഈ അവസരം ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും സഹോദരന്മാരെ കൈക്കൂലികളുടെ പിന്നാലെ പോകരുത്. അരങ്ങ് തകർത്തിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയവും
രാഷ്ട്രവുമൊക്കെ നശിച്ചിരിക്കുന്നു ഈ കാരണത്താൽ. ഖുർആൻ നമ്മളോട് പറഞ്ഞു, ഞാൻ എല്ലാവരോടും പറയണം, വലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ വതുദലു ബിഹാ ഇലൽ ഹുക്കാം ലിതഅകുലു ഫരീഖൻ മിൻ അംവാലിൻ നാസ്. മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കുന്നതിന് വേണ്ടി, അത് പിടിച്ചടക്കുന്നതിന് വേണ്ടി ഭരണാധികാരികൾക്ക് കൈക്കൂലി കൊടുക്കുന്നവർ ആകരുത് നിങ്ങൾ. ഖുർആന്റെ കൽപ്പനയാ. നിങ്ങൾ ആലോചിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു അർറാശി വൽ മുർതശി. കൈക്കൂലി കൊടുത്തവനെയും കൈക്കൂലി വാങ്ങിയവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള ഒരു അവസരങ്ങളൊന്നും ഉണ്ടാകരുത്. ജനങ്ങൾക്ക് സേവനം നൽകാൻ ജയിച്ചവർ ശ്രദ്ധിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്ത് മുമ്പോട്ട് പോവുക. ഒരു വലിയ നോക്കൂ, നമ്മുടെ ഈ ഞാനിങ്ങനെ പരിശോധിച്ചപ്പോൾ ഒരു വലിയ ശതമാനം മുസ്ലിങ്ങളാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭാരവാഹികളായി വരാൻ പോകുന്നത്. നമുക്ക് ബാധ്യതയുണ്ട്, മെമ്പറുകൾക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത മാത്രമാണ് ഇവിടെ നിർവഹിച്ചത്. ഇത് നിങ്ങൾ സ്ഥാനാർത്ഥികൾക്കും ജയിച്ചവർക്കും പാർട്ടിക്കാർക്കുമൊക്കെ ഇത് എത്തിച്ചു കൊടുക്കണം. എന്റെ ബാധ്യത തീർന്നിരിക്കുന്നു, ഇനി നിങ്ങളുടേതാണ് ഈ ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഈ പ്രകാശം ഈ ആളുകളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു എത്തിച്ചു നൽകുമാറാകട്ടെ. നല്ല ഒരു സമൂഹമായി മാറാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സഹോദരന്റെ മാതാവിനെ കുറിച്ച് അദ്ദേഹം ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ മാതാവിന് സമാധാനം നൽകുമാറാകട്ടെ, ആശ്വാസം നൽകുമാറാകട്ടെ. ഏറ്റവും നല്ല ഉമ്മയെ സേവിക്കുന്ന മകനാകാൻ അദ്ദേഹത്തിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر المؤمنين والمسلمين في كل مكان يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. توفنا مسلمين والحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.